മഹാനായ ഓക്കെ ഉസ്താദ് ഹിറാ ഗുഹ സന്ദർശിക്കാൻ പോയൊരു സംഭവമുണ്ട്. അവിടെ എത്തിയപ്പോൾ മഹാനവറുകളുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അവിടെ കാണുന്ന കല്ലിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മാറി മാറി ചുംബിക്കുകയാണ്. ഇടയ്ക്കിരുന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കാണുന്ന ഷിർക്കോഫോബിയ ബാധിച്ച ഒരു വഹാബി വന്നിട്ട് മഹാനവറുകളിങ്ങനെ തടയുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ വന്നിട്ട് കല്ലിനൊക്കെ ആരാധിക്കുകയാണോ, ഷിർക്ക് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ മൊല്ലാക്കക്ക് മറുപടിയായിട്ട് മഹാനവറുകൾ ഒരു കവിത പാടിക്കൊടുക്കുകയാണ്. ഇംറുൽ ഖൈസ് ലൈലയ്ക്ക് വേണ്ടി എഴുതിയ ഒരു പ്രണയ കവിതയാണിത്. അറബി സാഹിത്യം പഠിപ്പിക്കുന്ന മുഖ്തസറിലും നഫായിസിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു കവിത കൊണ്ടുവരുന്നുണ്ട്. അമുറു അല ദിയാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഖൈസ് പറയാണ്, അമുറു അല ദിയാരി ദിയാരി ലൈല, ഞാനിങ്ങനെ എൻ്റെ ലൈല താമസിച്ചിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ് വീടിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ, അവിടെ കാണുന്ന ചുമരുകളിലൊക്കെ ഞാനിങ്ങനെ മാറി മാറി ചുംബിക്കും. വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി, ഈ വീടിനോടുള്ള സ്നേഹമല്ല എൻ്റെ കൽബിനെ ആർദ്രമാക്കുന്നത്. വലാകിൻ ഹുബ്ബുമൻ സക്കന ദിയാറ, പക്ഷേ ഈ വീട്ടിൽ താമസിച്ചിരുന്ന എൻ്റെ മെഹബൂബാകുന്ന ലൈല ഉണ്ടല്ലോ, അവളോടുള്ള മഹബത്താണ് എന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാട്ട് പാടിക്കൊണ്ട് ഉസ്താദ് പറയാണ്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി വിശുദ്ധമാം വേദം അവതരിക്കാൻ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കല്ലും മുള്ളും താണ്ടിയായിരുന്നു ഹിറയിലേക്ക് പോയത്. ഞാൻ ഈ കാണിക്കുന്നത് ഈ കല്ലിനോടുള്ള ആരാധനയോ സ്നേഹമോ എന്നല്ല. വലാക്കിൻ ഹുബ്ബു മൻ സക്കന ദിയാറ, പക്ഷേ ഈ കല്ലിൽ ചവിട്ടിപ്പോയ എൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണ് എന്നിലൂടെ പ്രകടമാകുന്നത്. അറിയാവടാ, എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10-16 ദിവസം ഹിറാ ഗുഹയിൽ വഹീം പ്രതീക്ഷിച്ച് കാബയും ദർശിച്ച് ആരാധനയ്ക്കിരിക്കുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ മുത്തുനബിക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഞങ്ങളുടെയൊക്കെ ഉമ്മ ബി ഖദീജത്തുൽ കുബറ നടന്നുപോയത് ഈ കല്ലും മുള്ളും ചോട്ടിക്കൊണ്ടായിരുന്നു. ആ ഉമ്മയോടുള്ള സ്നേഹപ്രകടനമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഹജറുൽ അസ്വദ് മുത്തുന്നത് വഹാബിക്ക് ശിർക്കാവില്ല, കാരണം അത് മുത്താൻ ഹദീസിൽ തെളിവുണ്ടല്ലോ. എന്നാൽ തെളിവുണ്ടായതുകൊണ്ട് മാത്രമാണോ മുസ്ലിമീങ്ങൾ അതിനെ മുത്തുന്നത്? ഒരിക്കലുമല്ല. അത് മുത്തുന്ന മുത്തുനബി തങ്ങളോട് മഹബത്തുള്ള ഓരോ വിശ്വാസിയുടെയും കൽബൊന്ന് പിടച്ചു പോകും. ഉമർ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നീല അലമു അന്നക ഹജറുൻ, എനിക്കറിയാം നീ ഒരു കല്ലാണെന്ന്. ലാ തദുറു വലാ തൻഫഉ, നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരു ഉപദ്രവമില്ല. വലൗല അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, നിന്നെ എൻ്റെ മുത്തുനബി തങ്ങൾ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കൂലായിരുന്നു. ഹജറുൽ അസ്വദ് മുത്തുന്നത് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്. നബിദിനം ആഘോഷിക്കുന്നതിന് ഇത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് തെളിവും ചോദിച്ച് നടക്കുന്ന വഹാബികളോട് പറയാനുള്ളത്, മുത്തുനബി തങ്ങളെ ഓർക്കാനും സ്നേഹിക്കാനും വേണ്ടി അവർക്കൊരു പ്രത്യേകമായ ദിവസം വേണ്ടി വന്നില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവരുടെ ഓരോ സെക്കൻഡുകളും ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ലയിച്ചു ചേർന്നതായിരുന്നു.